sin x by sin 3x by cos x plus cos 3x equal to tan x. എന്താണ് sin a plus b? sin a plus sin b. ഇക്വേഷൻ എന്താ? sin x plus അല്ല sin a plus sin b. ഇക്വേഷൻ 2 sin a plus sin x plus y by 2 cos minus അപ്പോൾ അത് വെച്ചിട്ട് എഴുതാം. sin x plus sin b is equal to 2 sin x plus 3x by 2 cos അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ sin 3x plus x എന്ന് എഴുതാലോ. കാരണം ഇങ്ങനെ എഴുതുമ്പോൾ നെഗറ്റീവ് വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ. ശരിക്കും ഇക്വേഷൻ എന്തുണ്ട്? നെഗറ്റീവ് ഉണ്ട്. അപ്പൊ നെഗറ്റീവ് എന്താവും? പോസിറ്റീവ് ആണ്. അപ്പോൾ cos x minus പക്ഷെ കോസിന്റെ മൈനസ് എന്താ? കോസ് മൈനസ് എക്സ് പറഞ്ഞ കോസ് മൈനസ് ഫ്രണ്ടിൽ വന്നതാ. സൈൻ എ മൈനസ് ബി ആണ് തോന്നുന്നത്. സൈൻ എ മൈനസ് സൈൻ ഇത് തന്നെ ചെയ്തേ ബാക്കി തന്നെ ചെയ്യാമല്ലോ കേട്ടോ. അങ്ങനെ ആക്കണമെങ്കിൽ അങ്ങനെ തിരിച്ചിട്ടാലും കുഴപ്പം. ഇവിടെയാ ഇവിടെയാണോ മനസ്സ്? അവിടെ എങ്ങനെ x plus 3x 4x by 2 2x ഇതിന് ബാക്കി കണ്ടുപിടിക്കാൻ പറ്റുമോ? ബാക്കി നിങ്ങൾ തന്നെ ചെയ്യാം. cos x കട്ട് ചെയ്ത് പിന്നെ എന്താ 2 കട്ട് ചെയ്ത് sin 2x by cos 2x which is equal to tan 2x. എന്താ ഇതാ ഇത് നീ എവിടെ കൊണ്ടാ ഉപയോഗിക്കണം? അവനുള്ള ഫോർമുല പഠിക്കാനുള്ള കാണാൻ കഴിഞ്ഞാടാ വായിച്ചോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കേ. 20ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കേ. പ്രൂവ് ദാറ്റ് sin x minus sin 3x by sin square x minus cos square x is equal to 2 sin x. എവിടെ ഇവിടെ നമ്മള് അതായത് ഇവിടെ നമ്മളെ ഒരു മിനിറ്റ്
സൈൻ എ മൈനസ് സൈൻ ബി ഫോർമുല ഇവിടെ യൂസ് ചെയ്യാം കേട്ടോ. ആ ഫോർമുല എന്താ? 2 cos a plus b by 2 cos a minus b by 2. അതായിരിക്കും സൈൻ എ മൈനസ് സൈൻ ബി ഈക്വൽ ടു 2 cos a plus b by 2 അപ്പം എന്താ ഇക്വേഷൻ? വിച്ച് ഇസ് ഈക്വൽ ടു 2 cos എക്ക് പകരം എക്സ്, ഇത് ബി. അപ്പം എന്താ 4x by 2 എന്ന് പറയുന്നത് 2x സൈൻ എ മൈനസ് ബി ബൈ 2. അപ്പോൾ മൈനസ് വരും കേട്ടോ. സൈൻ ഓഫ് മൈനസ് എന്ത് വരും? എക്സ് മൈനസ് 3x by 2 എന്ന് പറയുന്നത് മൈനസ് 2x by 2 മൈനസ് എക്സ് വരും. മനസ്സിലായ? അല്ല, മൈനസ് സൈനിന് നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. മൈനസ് കോസ് ഓഫ് മൈനസ് എക്സ് ആണ് എന്ത്? കോസ് എക്സ്. ഇല്ല, അവിടെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എയുടെ ഇക്വേഷൻ എന്താ? കോസ് 2a. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു കോസ് 2x. അപ്പം എന്താവും? എടാ ഇവിടെ തിരിഞ്ഞ് നോക്കിക്കേ. കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണ് കോസ് 2x. പക്ഷെ ഇവിടെ എന്താ കിടക്കണ? സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് ആണ്. അപ്പം ഇത് തിരിക്കുമ്പോൾ എന്താവും? ഇവിടെ ഒരു നെഗറ്റീവ് വരും. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കോസ് 2x. മോളിൽ താഴ്ത്തപ്പോൾ അതാക്കിക്കേ. ഇപ്പം ഇവിടെ ഏതൊക്കെ കട്ട് ചെയ്ത് കളയാം? ഏതാ? ഈ മൈനസ് നമുക്ക് മുകളിലോട്ട് കൊടുക്കാം. ഈ കോസ് 2xും കോസ് 2xും കട്ട് ചെയ്ത് കളയാം. ഈ മൈനസ് നമ്മൾ മുകളിലോട്ട് കൊടുത്ത് വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 2 സൈൻ ഓഫ് മൈനസ് എക്സ്. ഇനി ഇതിൽ നിന്ന് മൈനസ് നമുക്ക് പുറത്തെടുക്കാം. മൈനസ് മൈനസ് എന്തായി പോണേ? പ്ലസ് ആയി പോകും. വിച്ച് ഇസ് ഈക്വൽ ടു 2 സൈൻ എക്സ്. ഞാൻ ലാസ്റ്റ് എഴുതിക്കൂടെ? എന്താ വേറെ? അതിന് മാത്സിന് മറ്റേ അവനും കൂടി അല്ലേ ഉള്ളൂ. മാധവ് വരാറുണ്ട് ഇപ്പം. ഇത്രയല്ലേ ഉള്ളൂ? ടെക്സ്റ്റ് വേണം എനിക്ക്. ആരാ? ക്രിസ്റ്റീന നിർത്തിയല്ലോ. അതിന് ക്രിസ്റ്റീനക്ക് ഇൻഡിവിജ്വൽ ട്യൂഷനാണ് വേണ്ടതെന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ. ഇനി അടുത്ത് ഇപ്പം 20 അല്ലേ ചെയ്തത്? 21 ചെയ്യട്ടോ. ടെക്സ്റ്റ് ഉണ്ടാടാ. ക്വസ്റ്റ്യൻ നമ്പർ 21. ഏതാടെ സംസാരിക്കല്ലേ? 21 ക്വസ്റ്റ്യൻ ചെയ്തേ. .3 അല്ലേ?
ഇവിടെ ശ്രദ്ധിച്ചേ, ഫസ്റ്റ് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും. ഇത് തമ്മിലുള്ള കോസ് എ പ്ലസ് കോസ് ബിയുടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് അത് ചെയ്യും. അതുപോലെ താഴത്തെ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിനൊന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് ചെയ്താൽ മതി. വിച്ച് ഇസ് ഈക്വൽ ടു cos 4x പ്ലസ് cos 2x പ്ലസ് cos 3x അങ്ങനെ റീറൈറ്റ് ചെയ്ത് ബൈ അടിയിലത്തെ എഴുതുന്ന sin 4x പ്ലസ് sin 2x പ്ലസ് sin 3x. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തതാ. ഇനി എന്ത് ചെയ്യണം? ഇവിടെ cos a പ്ലസ് cos ബിയുടെ ഫോർമുല അപ്ലൈ ചെയ്യണം. അടിയിൽ എന്താ? sin a പ്ലസ് sin ബിയുടെ ഫോം അപ്ലൈ ചെയ്യണം. ചെയ്തു. ചിലപ്പോ ആൻസർ എവിടെയെങ്കിലും കോമൺ ഫാക്ടർ ഒക്കെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ റീഅറേഞ്ച് ചെയ്തത്. അപ്പൊ 2 cos x പ്ലസ് y ബൈ 2 4x പ്ലസ് 2x ബൈ 2 3x എടാ തന്നെ മിണ്ടാണ്ടിരിക്കണ അവിടെ 3 പേരെ ഞാൻ മാറ്റിയെടുത്തു കേട്ടോ. നിങ്ങളെ 2 പേര്. ഇതെന്താ? cos a പ്ലസ് cos b 2 cos x പ്ലസ് y ബൈ 2 cos x മൈനസ് y ബൈ 2. അടിയിലും അതുപോലെ ആ നോക്കിക്കേ, മുകളിലത്തെ ടേമിൽ ഏതാ കോമൺ ആയിട്ടുള്ളത്? cos x ആണോ മുകളിലത്തെ? ഇവിടെയും കോമൺ ആയിട്ടുള്ള cos 3x അല്ലേ കോമൺ? ഇവിടെയും കോമൺ cos 3x, ഇവിടെയും കോമൺ. അപ്പൊ അത് പുറത്തോട്ട് എടുക്കാം. അടിയിലത്തിൽ ഏതാ കോമൺ? sin 3x ഇവിടെയും ഉണ്ട്, ഇവിടെയുണ്ട്. അപ്പൊ sin 3x കോമൺ പുറത്തോട്ട് എടുക്കാം. ഏതാ? 2 എടുക്കണമെന്നില്ല. 2 എടുക്കണമെങ്കിൽ 2 എടുക്കാം. പക്ഷെ ഇപ്പത്തെ 2 ഇല്ലല്ലോ, അപ്പൊ എടുക്കണ്ട. ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ടോ? ഓൺ ചെയ്താ? അപ്പൊ പുറത്തെടുത്തപ്പോ എന്താ വന്നേന്ന് നോക്കിക്കേ. പുറത്തെടുത്ത് കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് cos 3x കിട്ടും. തന്നെ ചെയ്തേന്. ഏതാ? കോമൺ വന്നേക്കണ സാധനം കട്ട് ചെയ്ത് കളയാം. കിട്ടിയാ? കിട്ടിയില്ലേ? കാണിക്കണ്ടല്ലോ. അവന് കിട്ടിയില്ലല്ലോ. കിട്ടിയ നിനക്ക് കാണിക്കണ്ടല്ലോ. വിവേക് കാണിക്കണോടാ. ഇവിടെ എന്താ? cos 3x കോമൺ. അത് പുറത്തെടുക്കുമ്പോ ബാക്കിയുള്ള ടൈം ഏതാ? 2 cos x പ്ലസ് 1. അടിയിലത്തേൽ എന്ത് വരും? ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് എന്താ? sin 3x പുറത്താക്കുമ്പോ 2 cos x
+1. ഇനി ഇത് രണ്ടും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ബാക്കി എന്താ? cos 3x by sin 3x എന്ന് പറയുന്നത് cot 3x. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. ട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കേ. അടുത്തത് ഏത്? അവിടെ ഏത് ക്വസ്റ്റ്യൻ? കോട്ട്. അത് ചെയ്യാൻ വേണ്ടി ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ട ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് cot 3x നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. cot 3x എങ്ങനെ എഴുതാം? അതിലില്ല, പക്ഷെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആലോചിക്കണം കേട്ടോ. cot 3x നമ്മൾ എങ്ങനെ എഴുതാം? cot 3x = എന്താണ്? cot x + 2x. ഇനി cot x + y ഫോർമുല അറിയാലോ, ബാക്കിലുണ്ട് ടെക്സ്റ്റിന്റെ, നോക്കിക്കേ. ടെക്സ്റ്റിന്റെ അല്ല, എന്താ cot x + y എന്താണ്? cot x ഇൻറ്റു അല്ലേ? cot x + cot y. ഈ ഫോർമുലയിലോട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്ത് ആ കിട്ടുന്ന ആൻസർ കിട്ടും. ചെയ്ത് നോക്ക്. അപ്പോൾ നമുക്ക് cot 3x ഇത് വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്നിട്ട് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 1 അവിടെ എടുത്ത് ബാക്കിയുള്ള ടൈംസ് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ കിട്ടും ആൻസർ. കിട്ടിയാ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് 1 അവിടെ നിർത്തി ബാക്കിയുള്ള ടൈംസിന് ഇങ്ങോട്ട് കൊണ്ടുവരാം. അല്ലെങ്കിൽ പോട്ടെ, നമുക്ക് ഇക്വേഷനിൽ ശ്രദ്ധിച്ച് ആ ക്വസ്റ്റ്യനിൽ 1 പ്ലസ് പോസിറ്റീവ് അല്ലേ? ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താ 1 നെഗറ്റീവാ. അപ്പോൾ 1 ഇപ്പുറത്തോട്ട് എടുത്തിട്ട് ബാക്കിയുള്ള ടൈംസിന് അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. മനസ്സിലായ? ആ ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ 1 പോസിറ്റീവ് ആക്കാൻ ഇതിന് ഇപ്പുറത്തോട്ട് എടുക്കുക, ഈ ടൈംസിന് അപ്പുറത്തോട്ട് കൊണ്ടുവരാം. കാണിക്കണോ? ആ ഇപ്പുറത്തോട്ട് എടുക്കുമ്പോഴത്തേക്കും 1 = ഈ ടൈംസ് ഒക്കെ എന്താവും? നെഗറ്റീവ് ആവും. പോസിറ്റീവ് ടൈംസ് ഒക്കെ ആദ്യം എഴുതുക.
എങ്ങനെ കിട്ടിയ? കിട്ടിയാ? ഉറക്കെ പറയാൻ എനിക്ക് കേൾക്കാൻ പറ്റില്ല. ആ, മുഖത്തൊരു എക്സ്പ്രഷൻ ഇല്ല. എനിക്ക് മനസ്സിലായ മണ്ണിന് അപ്പുറത്തോടെ എടുത്ത്. അപ്പൊ എന്തായി? പോസിറ്റീവ് 1 ആയി. ഈ ടേംസ് എല്ലാം അപ്പുറത്തോടെ എടുത്ത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ cot 3x ഇൻറ്റു cot x പ്ലസ് ഇതല്ലേ. അപ്പൊ ഈ ടേം അവിടെ ഓൾറെഡി ഉണ്ട്. ആ ടേമാണ് ഞാൻ ആദ്യം എഴുതിയത്. ഈ ടേമിന് അപ്പുറത്തോടെ എടുത്തപ്പോൾ ഇവിടെ എന്താ? പോസിറ്റീവ് ആയിരുന്നു ഈ സാധനം. അങ്ങോട്ട് പോയപ്പോൾ എന്തായി? നെഗറ്റീവായി. പിന്നെ ഈ ടേം എന്തായിരുന്നു? ഇത് പോസിറ്റീവ് ആയിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ അതെന്തായി? നെഗറ്റീവായി. ടെക്സ്റ്റ് എന്നാ കിട്ടിയാ? കിട്ടിയാടാ? പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. എന്താ നിനക്ക് എന്താ ഡൗട്ട്? അടുത്ത ക്വസ്റ്റ്യനാണോ അത് ചോദിച്ചത്? അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ആ, tan 4x is equal to ആ ക്വസ്റ്റ്യൻ ഏത്? tan 2x-ന്റെ ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. tan 2a ഓർക്കണ്ട. tan 2a is equal to 2 tan a by 1 minus tan square a. അതവിടെ നോക്കിയിട്ടല്ലേ പറഞ്ഞ. അപ്പൊ നോക്കിക്കേ, ഈ tan 4x ആദ്യം നമ്മൾ tan 4x-ന് നമുക്ക് എങ്ങനെ എഴുതാം? tan ഓഫ് 2 into 2x എന്ന് എഴുതാമല്ലോ. 2 into 2x. ഇനി ആ ഫോർമുല അപ്ലൈ ചെയ്യാം കേട്ടോ. എന്താ ഫോർമുല? tan 2a is equal to, ഞാൻ ഫോർമുല ചോദിക്കൂടെ ഇന്ന്, 2 tan a ഇൻറ്റു 1 മൈനസ് tan സ്ക്വയർ എ. അപ്പൊ ഇവിടെ എയുടെ സ്ഥാനത്ത് ആരാ ഉള്ളത്? എക്സ് ആണോ? 2x കേട്ടാ. എ 2 പുറത്ത് കിടക്കണം. ഇതെന്താ? 2 എയുടെ സ്ഥാനത്ത്. അപ്പൊ എ ഇത് കേട്ടാ. ഞാൻ ഫോർമുലോട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ 2 tan ഓക്കെ തന്നെ.
നോക്കി ഇനി നമ്മൾ ഇതിന്റെ ഉള്ളിലും പിന്നെ ആ ഫോർമുല അപ്ലൈ ചെയ്യൂ കേട്ടോ. ഇവിടെ ഇത്ര ചെയ്തില്ലേ. ഇനി ഇതിനെ നമുക്ക് ഈ സ്ക്വയറിനെ നമുക്ക് ഓൾ സ്ക്വയറിന് എഴുതാലോ. ഇവിടെ ശ്രദ്ധിക്കുക, ഞാനിത് കാണാണ്ട് ഇരിക്കും കേൾക്കണ്ട. ഈ സ്ക്വയറിനെ നമുക്ക് ഓൾ സ്ക്വയറിനായിട്ട് മൊത്തത്തിലുള്ള സ്ക്വയർ ആക്കി എഴുതാം. അപ്പൊ എങ്ങനെ വരും? 2 tan 2x by 1 മൈനസ് tan 2x the ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി ഈ tan 2x ഇല്ലേ ഇവിടെ നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യും. ഇവിടെ tan 2a ഫോർമുല ഇല്ലേ, അത് അവിടെ അപ്ലൈ ചെയ്യും. ഇറ്റ്സ് ഈക്വൽ ടു 2 into ഇങ്ങനെ വന്നാ ഈ tan 2x ഈ ഫോർമുല അപ്ലൈ ചെയ്തു. അടിയിൽ ചെയ്തേ. ആ tan 2x ഇത് കൊടുത്തു. അടിയിലത്തെയും tan 2x പകരം ഈ ഫോർമുല കൊടുത്തു. ആ ഇനി ശ്രദ്ധിച്ചേ. ഇനി ഈ 2ഉം ഈ 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് അടുത്ത സ്റ്റെപ്പിൽ ചെയ്താൽ അപ്പൊ ഇവിടെ എന്താ 2 into 2 4 tan x by 1 minus tan square x. അടിയിലത്തെ സാധനം അങ്ങനെ തന്നെ കേട്ടോ. അപ്പൊ അടിയിലത്തെ ഇവിടെ നിർത്തിക്ക് ഒരു മിനിറ്റ്. അടിയിൽ നിങ്ങൾ ഈ സ്ക്വയർ ഇല്ലേ, ഈ സ്ക്വയർ സെപ്പറേറ്റ് ആക്കിക്കോ. എന്താവും? 2 tan square x ഈ സ്ക്വയർ. അപ്പൊ നോക്കിക്കേ, എവിടെ ശ്രദ്ധിക്കണം. എന്റെ അടുത്തത് 2 tan x ഇല്ല, നമ്മള് ഇപ്പൊ എന്താ പറഞ്ഞ ഈ 2ഉം ഈ 2ഉം 4 ആക്കും. അതുപോലെ അടിയിലത്തതിൽ നമ്മൾ ഈ സ്ക്വയർ ഓരോന്നിനും കൊടുക്കണേ. അപ്പൊ എന്താവും? 2 tan square x ബൈ ഇതിന്റെ സ്ക്വയർ 1 മൈനസ് tan square x ഹോൾ സ്ക്വയറിന് എഴുതിയാൽ മതി. ആ അതെങ്ങനെ അല്ല 2ന് കൊടുക്കണില്ല, ഇതിന് tan square x ആണ് കൊടുത്താൽ 4ഉം കൊടുത്തോ, അതിന് 4 ആകും. 2 സ്ക്വയർ 4 ആകും. tan square x ബൈ 1 മൈനസ് tan square x ഹോൾ സ്ക്വയർ. അതേതാ? ഇത് ഈസ് ഈക്വൽ ടു 2 into 2 എന്ന് പറയുന്നത് 4 tan x ബൈ 1 മൈനസ് tan square x ഓൾ ഡിവൈഡഡ് ബൈ അതെങ്ങനെയാണ് 1 മൈനസ് 4 tan square x ബൈ മനസ്സിലായോ? ആ 1 സെപ്പറേറ്റ്. കുറച്ച് നീക്കി എഴുതണേ. ബ്രാക്കറ്റ് ഇട്ടോ വേണമെങ്കിൽ അവിടെ. ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അടുത്ത സ്റ്റെപ്പിൽ. ഇതിനെങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണേ? ഇങ്ങോട്ട് 1ൽ മൾട്ടിപ്ലൈ ചെയ്യണേ. ആ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ. എടാ സംസാരിക്കാണ്ട് ചെയ്തേടാ. ഏതാ? ഇല്ല, ആ സ്ക്വയർ അങ്ങനെ കൊടുക്കാം.
നോക്കിക്കേ, ഈ ടാൻ എക്സ് സ്ക്വയറും ഇവിടെ ടാൻ എക്സ് സ്ക്വയറും അല്ലേ, അപ്പൊ അത് രണ്ടും കട്ടാക്കാം നമുക്ക്. ഇതും കട്ട് ചെയ്ത് ഇവിടെ നിന്ന് ഈ സ്ക്വയറും കട്ട് ചെയ്ത്. അപ്പൊ നമ്മൾ നോക്കിക്കേ, ഈ സാധനം എങ്ങോട്ട് വന്ന് ചേരും? അപ്പോൾ ഇത് നേരെ ഇതിന്റെ താഴെ വരും കേട്ടോ. അത് നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ 2/3/4/3 നമുക്ക് എങ്ങനെ എഴുതാം? അല്ല 3/7 നോക്കൂ, എങ്ങനെ എഴുതാം? 2/3 × 7/3. അപ്പൊ അതേ രീതിയിൽ എഴുതുമ്പോൾ ഡിനോമിനേറ്റർ വന്നിട്ട് എന്താവും? ഇവിടെ വന്ന് ചേരും കേട്ടോ. അപ്പൊ ഇത് കട്ടായി. പിന്നെ ബാക്കിയുള്ള ഒരു ടാൻ 1 - tan square x ഇവിടെ വരും കേട്ടോ. ആ ആ താഴത്തെ മാത്രം ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ. കാരണം മുകളിലത്തെ ഏകദേശം ഓക്കെ ആയില്ലേ, മുകളിലത്തെ ഇക്വേഷൻ ഇത് സെയിം ആയില്ലേ. ഇനി താഴത്തെ മാത്രം ഓപ്പൺ ചെയ്താൽ മതി. അപ്പൊ a - b the whole square വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യണം കേട്ടോ. a - b the whole square, a square ഇത്ര കിട്ടിയാടാ? a - b the whole square എന്താ? a square - 2ab + b square. ആ ഇവിടെ a b whole square. അയ്യോ കിട്ടിയ എത്ര കിട്ടിയ? ഇനി ആൻസറിലോട്ട് നോക്കി ഞങ്ങൾക്ക് എഴുതാന്നേ ഉള്ളൂ. നോക്കിക്കേ, ഇവിടെ എന്താ? ഈ -2x -4x കൂടി ഒരുമിച്ച് എഴുതാം. -6x അതുണ്ട് കണ്ട, പ്ലസ് ഈ ടാൻ സ്ക്വയർ. മണ്ണ് അത് അടിയിലത്തെ മുകളിലോട്ട് പോയടാ. അതേ എഴുതിയില്ലേ? ഏതാ? ആ ഇവിടെ 4 ആണ് കേട്ടോ. ടാൻ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ 4 വരുള്ളൂ കേട്ടോ. ഏതാ? ഏത് സ്റ്റെപ്പാ? എവിടെ ഇങ്ങോട്ട്? എവിടെ ഏതാ? ഇതാ അത് a - അതല്ല ഇപ്പൊ നീ ചെയ്ത് വെച്ചേക്കണം. പിന്നെ എന്താ പ്രശ്നം? മുകളിലത്തെ ആണോ? എടാ ഇത് കണ്ട, ഇവിടെ മൊത്തം ഹോൾ സ്ക്വയർ ആയിരുന്നില്ലേ? അപ്പൊ ഇതും ഒരെണ്ണം ഇതും കട്ട് ചെയ്ത്, പിന്നെ ഈ സാധനം നേരെ ഇങ്ങോട്ട് പോകും. അപ്പൊ ഇവിടെ എന്ത് വരും? കിട്ടിയാടാ? അതുകൊണ്ട് നെക്സ്റ്റ് ആ അപ്പൊ ഇവിടെ നമ്മൾ cos 2x-ന cos 4x-ന cos 2 of 2x വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി
ഇനി ഇവിടെ നമ്മൾ cos 2x വേറെ ഫോർമുല യൂസ് ചെയ്യണത്. cos 2x is equal to 1 minus 2 sin square x. cos 2x is equal to 1 minus sin square x. ഈ ഫോർമുല ആയിട്ടാണ് യൂസ് ചെയ്യണത്. cos square is equal to 1 minus 2 sin square x കേട്ടോ. cos 2x is equal to 1 minus 2 sin square x. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക് cos 4x ആദ്യം? 1 minus 2 എന്ത് വരും? cos 4x നമ്മൾ എന്തെന്ന് എഴുതി? cos 2 of 2x എഴുതി. എന്നിട്ട് വേണം ഇനി എങ്ങനെ ഒരു 1 minus 2 sin square x ആണ് 2x ആണോ? എന്താ ഇവിടെ നോക്കിക്കേ, sin 2x എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ ആരാ കിടക്കണം? 2x അടക്കണം. cos 2 into 1 അതെങ്ങനെ? cos 2x ഫോർമുല ഇടാം. cos 2x എക്സിന്റെ സ്ഥാനത്താണ് ഇവിടെ 2x കിടക്കണം. 1 മൈനസ് ഏത് 2 എടാ cos 2x ഫോർമുലയാണ് 1 മൈനസ് 2 sin square x. ഇത് എക്സ് നമ്മുടെ മനസ്സിലായ? എനിക്ക് സംശയമേ ഇല്ല അല്ലേ? നിന്നോടെ കഴിക്കണ മനസ്സിലായാണ്ട് എടാ ഇവിടെ നോക്ക്, sin 4x നമ്മൾ എങ്ങനെ എഴുതി? cos 2 into 2x എഴുതി. ഇവിടെ നോക്കി cos 2x ഫോർമുലയാണ് എന്ത്? 1 minus 2 sin square x. അപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ ആരാ കിടക്കണം? 2x. അപ്പൊ ഈ ഫോർമുലയിലോട്ട് 1 minus 2 sin square എക്സിന് പകരം ആരെ എഴുതി നമ്മള്? 2x എഴുതി. റെക്കോർഡ്. ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ സൈൻ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോണേ കേട്ടോ. ഇനി sin 2a ഒരു ഫോർമുല ഉണ്ട്. ഈ ഫോർമുല പഠിച്ചാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. sin 2a is equal to 2 sin a cos a. അപ്പൊ ഇവിടെ എവിടെ sin 2a എന്ന് പറഞ്ഞ കിടക്കണത്? അപ്പൊ ഇതിന് നമുക്ക് ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ? എഴുതാൻ പാടില്ലേ? ഈ 1 minus 2 sin square 2x 1 minus 2 sin 2x ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ? ഈ സ്ക്വയർ മാറ്റി എഴുതണേ. ഇനി ആ ഫോർമുല അപ്ലൈ ചെയ്യാം. 1 minus 2 sin 2x ഹോൾ സ്ക്വയർ. ഇനി sin 2a ഫോർമുല അപ്ലൈ ചെയ്യാം അവിടെ. അപ്പോഴത്തേക്കും ഫൈനൽ സൊല്യൂഷൻ കിട്ടും. അത് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും. ഇന്ന് ക്ലാസ് ഉണ്ടായില്ലേടാ നിനക്ക്? നേരത്തെ വന്നല്ല. എന്നിട്ട് ഇനി നോക്കിയ 2 into 2 എന്താ? ഇവിടെ 2 ആണ്, 4 അല്ലേ? ഇവിടെ ഒരു സ്ക്വയർ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഹോൾ സ്ക്വയർ ഉണ്ടല്ലോ. അതായത് ഇവിടെ ഒരു സ്ക്വയർ ഉണ്ടല്ലോ. അപ്പൊ എന്താവും? 2 സ്ക്വയർ എന്താ? 2 സ്ക്വയർ എന്താ? 4. sin 2x എന്ന് പറയണത് sin സ്ക്വയർ. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ആരാടാ? 2a എന്നല്ലേ ഫോർമുല? അപ്പൊ എക്സ് വേറെ എക്സ് വേണുള്ളൂ കേട്ടോ.
പിന്നെ സ്ക്വയർ എടുക്കുമ്പോൾ 2 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ്. ഇനി 2 × 4 എന്താ 8. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ചെയ്യും. പറഞ്ഞുതരാം. ആദ്യം നമ്മൾ cos 6x എന്നാണ് ചെയ്യേണ്ടത്, അതിന്റെ ഫോർമുല. അപ്പൊ ആദ്യം നമ്മൾ cos 6x-നെ cos 3 × എന്തിനാ എഴുതാം 2x എന്ന് എഴുതാം. ഇനി അത് വെച്ചിട്ട് നമ്മൾ അത്ര നിങ്ങൾ ചെയ്തേ. ആദ്യം എഴുതിക്കേ, ഇക്വേഷൻ എഴുതിയാ cos 6x = 32 cos raised to 6x - 48 cos raised to 4x plus 18 cos square x minus 1. എഴുതിയാ ഫോർമുല? അത്ര എഴുതിയില്ലേ? ഇനി അടുത്ത എഴുതി cos 6x = ഏത് cos 6x = cos of 3 × 2x. cos 3 ഫോർമുല ആയിരുന്ന cos 3x-ന്റെ ഒരു ഫോർമുല ഉണ്ട്, അതാണ് വരുന്നത്. ഓർക്കണ്ടോ? ആ, അതൊക്കെ നമ്മൾ പ്രൂവ് ചെയ്തായിരുന്നു. അത് വെച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തേന്. ആദ്യം എന്താ ചെയ്യണത്? cos 6x = cos of 3 × 2x. ഏതാ? cos 2x ആ? ഏത് cos 2x വന്നിട്ടില്ലല്ലോ. ഇല്ല, അതിലോട്ട് എത്തൂല കൺക്ലൂഷൻ. അതാണ് അവർ ആ ഫോർമുല. അപ്പൊ cos 3x-ന്റെ ഫോർമുല എന്താടാ പറഞ്ഞേ? cos 3x = 4 cos cube x minus 3 cos x ആടാ. ഇനി അതിലോട്ട് ഇട്ട് കൊടുത്തോ. അപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ആരാ? 2x ആണ്. അതിലോട്ട് ഇട്ട് കൊടുത്തോ. ഇനി cos 2x-ന്റെ ഒരു ഫോർമുല അവിടെ സ്ഥലത്ത് കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണേ. ഇവിടെ cos 2x ഇല്ലേ? അപ്പോൾ cos 2x-ന്റെ ഫോർമുലയാണ് എന്താണ്? എവിടെ? മനസ്സിലായില്ല. ആ, ഇവിടെ cos cube 2x-ന്റെ ഫോർമുല അറിയോ? ഇനി അവിടെ ഇടണോന്നാണ് ചോദിച്ചത്. അവിടെ ഇടുന്നുണ്ട്. ഓൾ ക്യൂബ് ഇട്ടിട്ട് അവിടെ ഇടുന്നുണ്ട് cos 2x-ന് വരാം കേട്ടോ. അപ്പൊ ഇതിക്ക് cos 2x-ന്റെ ഫോർമുലയാണ് cos 2x = 2 cos square x minus 1. 2 cos square x minus 1. ആ ഒരു ഫോർമുല രണ്ട് സ്ഥലത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ അതിനു മുമ്പ് ഇതിനെ ഹോൾ ക്യൂബ് ആക്കി എഴുതണേ. വിച്ച് ഇസ് ഈക്വൽ ടു 4 cos 2x the whole cube minus 3 cos 2x.
എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് അല്ലേ? എ ക്യൂബ് മൈനസ് 3a² ബി പ്ലസ് 3ab സ്ക്വയർ മൈനസ് ബി ക്യൂബ്. ആ എഴുതിയെടുത്ത് എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു എ ക്യൂബ് മൈനസ് 3a² ബി പ്ലസ് 3ab² മൈനസ് ബി ക്യൂബ്. എ ക്യൂബ് മൈനസ് 3a² ബി പ്ലസ് 3ab ദ ഹോൾ ab സ്ക്വയർ മൈനസ് ബി ക്യൂബ്. അപ്പോൾ അതിലോട്ട് ഇത് ചെയ്തോട്ടാ, വിച്ച് ഇസ് ഈക്വൽ ടു 4. ഇങ്ങനെ റൈറ്റ് ചെയ്ത് ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തപ്പോൾ ഇതൊക്കെ നോക്കിയായിരുന്നോ? കിട്ടിയാ? ഇവിടം വരെ കിട്ടിയാ? അവിടെ വരെ കിട്ടിയ ആൾക്കാർ 4 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. എടാ ഇവിടെ 3 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണേ. ഇനി അത് അകത്തോട്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്യൂബൊക്കെ എടുക്കാം എല്ലാത്തിൻ്റെ. 2 ക്യൂബ് എത്രയാടാ? 8 × 4 32. അപ്പോൾ ആദ്യത്തെ ഇതെന്താവും? 32 cos raised to 6x. 2 ക്യൂബ് 8 × 4 32. പിന്നെ cos സ്ക്വയർ ദ ഹോൾ ക്യൂബ് എന്ത് വരും? x raised to m raised to n x raised to m into n അല്ലേ? അപ്പോൾ 32 cos raised to 6x. പിന്നെ അടുത്ത് എങ്ങനെ വരും? -1 ക്യൂബ് എന്ന് പറഞ്ഞാൽ -1 ആണ്. 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4. പിന്നെ മൈനസ് 3 × 2 6. അതിനു മുമ്പ് 2 സ്ക്വയർ എടുത്തിട്ട് വേണം കേട്ടോ മൾട്ടിപ്ലൈ ചെയ്യാൻ. 2 സ്ക്വയർ എന്താ? 4 × 3 12 ഉണ്ടോ? അതിൻ്റെ ഇക്വേഷൻ നോക്കിക്കേ. വേണ്ട 12 cos 4x. ഇതെന്താ ഇട്ടേ? വേണ്ട 32 cos 4x. cos raised to 4 ആണാണ് അത്. അല്ലേ? ആ എന്താ?
അത് മിസ് ഇൻറ്റു -1 ഇല്ലേ? അതെവിടെ അതല്ല മിസ് അവിടെ അത് കഴിഞ്ഞിട്ടേ -1 വേണ്ടല്ലോ. അല്ല പക്ഷെ അത് വരുമ്പോ സൈൻ മാറില്ലേ? -1 -3 ഇൻറ്റു ഏ? 2 cos square x സ്ക്വയർ ചെയ്തു 4 കിട്ടി എന്നിട്ട് ഇൻറ്റു 3 എന്നിട്ട് പുറത്തത് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ ഇല്ല ഇല്ല അല്ല പുറത്തത്തെ 4 ഇവിടെ മാത്രം. ആ എല്ലാത്തിനും ഉണ്ടല്ലേ. ഓക്കെ മനസ്സിലായോ? എടാ ഈ 4 എല്ലാത്തിലും വരുന്നുണ്ട് ഇവിടം വരെ. അത് നോക്കാം, ലാസ്റ്റ് നോക്കാം. ആ അത് അടുത്ത സ്റ്റെപ്പിൽ ചെയ്താ. ആ ഒരുമിച്ച് ചെയ്യാന്നാ. അപ്പൊ 4 വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 48. ആ ഫോർമുല എവിടെയും തെറ്റിട്ടുണ്ടാവും നിന്റെ. എടാ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താ 3 എവിടം വരെ ഇപ്പം 48 അല്ലേ? ഏതാ നിൽക്കാം, ലാസ്റ്റ് ട്രാൻസ്ഫർ നോക്കട്ടെ. -24 cos square x. ആ അത് ചിലപ്പേ ആ ഇതും കൂടി മൈനസ് ചെയ്ത് വരുമ്പോൾ ശരിയാവുമായിരിക്കും അല്ലേടാ. ഇവിടെ നോക്കിക്കേ 2 സ്ക്വയർ എന്താ 4 ഇൻറ്റു 3 12. 12ൻ്റെ എന്താ അപ്പൊ എന്താ 2 സ്ക്വയർ 4 ഇൻറ്റു 3 12. പിന്നെ 12ന് എന്തുകൊണ്ട് 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? ആ A²B എന്നുള്ളതിന് ആ മൈനസ് കൂട്ടണ്ട, വേണ്ട. അതും കൂടി ഉൾപ്പെടുത്തിട്ട് ആ ഫോർമുല ഉണ്ടാക്കി വെച്ചേക്കണം. ആ വേണ്ട. ആ ഇവിടെ എത്ര ആയിട്ടോ? 3 ഇൻറ്റു 2 സ്ക്വയർ എന്താ 4 ഇൻറ്റു 3 12. 12 ഇൻറ്റു 4 എത്ര വരും? 48 വരൂലേ അത്? അവിടുത്തെ 4 കൊണ്ട് മൾട്ടിപ്പിൾ നമ്മൾ ഇവിടെ എവിടെയോ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. ആ ഇവിടെ ഈ ബ്രാക്കറ്റ് ഇവിടെ വരെ ഇല്ലട്ടാണ്, ഇവിടെ വരെ ഉള്ളേ. ഞാൻ എവിടെയോ ഒരു ഇറർ വരുത്തിയിട്ടുണ്ട്. അല്ലല്ല അങ്ങനെയല്ല, ഇവിടെ 24 ആണ് വരുവുള്ളൂ. എങ്ങനെ നോക്കട്ടെ. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്ടോ? ആ അത് വരും, അതാ ഞാൻ പറയും. ഇവിടെ എവിടെയോ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നിൽക്കട്ടെ, 4 വെച്ച് ലാസ്റ്റ് മൾട്ടിപ്ലൈ ആവേ. എടാ ഇത് കറക്റ്റ് അല്ലേടാ? നോക്കിയടാ. കിട്ടിയാ ഫൈനൽ ആൻസർ? നിനക്ക് കിട്ടിയാ?
നമുക്കിവിടെ എങ്ങനെ 48 കിട്ടിയത്? 48 ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി തന്നത് ചെയ്താ ഇവിടെ 4 ഒന്ന് പുറത്തോട്ട് എടുത്തത്. ഇനി 4 അകത്തോട്ട് എടുത്തോട്ടെ ഇവിടെ നിന്ന്. ഈ -4ഉം +3 എന്തായി മാറും? -1. വെറും 1 അല്ല മൈനസ്. ഈ 24 cos² x-ഉം 6 cos x² കൂടി മൈനസ് ചെയ്യാം. അപ്പൊ എന്താവും? 18 cos² ആവും കേട്ടോ. ഏ 1 + 1 2 1 + 1 1 അതെന്താ? ബൈനറി ഓപ്പറേഷൻ ആണ്. 101 അല്ലേ? ബൈനറി ഓപ്പറേഷൻ പഠിക്കണല്ലേ നിങ്ങൾ കമ്പ്യൂട്ടർ? 1 പ്ലസ് 0 1 + 0 = ഇത് 2 ആണ്. പക്ഷെ ബൈനറിയിൽ 2 ഇല്ല. അതുകൊണ്ട് ഇത് എനിക്കറിയില്ല. എടാ ഇത്ര ചെയ്താ നിക്ക് ഒരു മിനിറ്റ്. ബൈനറിയിൽ 2 ഉണ്ടായിരുന്നു.